ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐടിക്ക് സമീപം രാജ് പാലസിൽ വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സുപ്രസിദ്ധ ചലച്ചിത്ര താരം ജഗദീഷ് ശ്രീകുമാർ മുഖ്യാതിഥിയായ ചടങ്ങിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷയായി. JC ആറ്റിങ്ങൽ പ്രസിഡന്റ് രാജേഷ് ചന്ദ്ര, JC സോൺ കൃഷ്ണരാജ്, JC കബീർദാസ്, വാർഡ് കൗൺസിലർ സതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് നമ്മുടെ ആറ്റിങ്ങൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഒരു വെൽനസ് സെൻറ്റർ, നമ്മൾ ഒരുപാട് വെൽനസ് സെൻ്ററുകൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. പല വെൽനസ് സെൻ്ററുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണ വെൽനസ് സെൻ്ററുകളിലൊക്കെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോഡക്റ്റുകളെ ആയിരിക്കും. പക്ഷേ ഈ ഫോഗോവേ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഡിവൈസുകളുണ്ട്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതൊരു ട്രീറ്റ്മെൻ്റ് അല്ല, പക്ഷേ നമുക്ക് ആ രീതിയിൽ എക്സസൈസ് ചെയ്യാനും അതുപോലെ നമ്മുടെ നിലവിലുള്ള ചില അസുഖങ്ങൾ മാറുന്ന രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിവൈസുകളാണ് ഈ ഒരു കമ്പനിക്ക് പ്രത്യേകിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഡിവൈസിൻ്റെയൊക്കെ പ്രവർത്തനമാണ് എന്നെ ഇതിൽ കൂടുതൽ ആകർഷിച്ചത്. അതോടൊപ്പം നമ്മുടെ JC ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, JC എന്ന് പറഞ്ഞ സംഘടന കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ സാറിനെ പോലെയുള്ള ഒരാൾ വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്രൗഡ് ഉണ്ടാവും, ആൾക്കാരിലേക്ക് അത് അങ്ങനെ ഒരു പ്രോഗ്രാം അറിയപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ JCയും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, JCയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുക. JC എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സംഘടനയാണ്. 107 വർഷമായിട്ട് 130ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളത് പ്രത്യേകിച്ചിട്ട് പറയണം. അപ്പോൾ ഈ സംഘടനയിലേക്ക് ആകൃഷ്ടരായിട്ട് വരുന്ന യുവജനങ്ങൾ കൂടുതലും ഈ ലഹരി എന്ന് പറയുന്ന JCയിൽ കണ്ടെത്തും. അപ്പോൾ സാധാരണ ഇതിലിപ്പോൾ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് ലഹരി. നമ്മൾ സാധാരണഗതിയിൽ പണ്ട് കണ്ടുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സിലേക്കൊക്കെ മാറിയിരിക്കുന്ന വലിയൊരു കാലഘട്ടമുണ്ട്. എനിക്കും 2 കുട്ടികളാണ്. മക്കൾ ചെറിയ മക്കളാണെങ്കിലും എനിക്ക് ആശങ്കയുണ്ട്. കാരണം അവർ വളർന്നു വരുന്ന സമൂഹം എന്ന് പറയുന്നത് ഇതാണ്. ആ സമൂഹത്തിലേക്കാണ് അവർ നാളെ വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ പ്രവർത്തിച്ചതുപോലെ അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എനിക്ക് ആശങ്കയുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ആശങ്കപ്പെടേണ്ട സമയമായി. എൻ്റെ അടുത്തേക്ക് എത്തിയില്ലല്ലോ എന്നൊന്നുമല്ല, നമ്മുടെ ഈ പ്രദേശത്തെല്ലാം നിങ്ങളുടെ വീടിനടുത്ത് വരെ എത്തി നിൽക്കുന്ന ഈ മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ വളർന്നു വേണം. അത്തരത്തിലുള്ള സംഘടനകൾക്ക് വളരാനുള്ള പ്രചോദനം നമ്മൾ കൊടുക്കണം. ആ സംഘടനകൾ മുന്നോട്ട് വന്ന് അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഇപ്പോഴുള്ള ഈ മാരകമായിട്ടുള്ള ഈ ഒരു ഭവിഷ്യത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനെ ഈ കാർന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരി അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് നമ്മുടെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റപ്പെടേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനങ്ങൾക്കോ പോലീസ് ഫോഴ്സിനോ എക്സെക്യൂട്ടീവോ മാത്രമൊന്നുമുള്ളതല്ല. ഇതിനെതിരെ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു മാരകമായിട്ടുള്ള ഭവിഷ്യത്ത് നമ്മുടെ ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി. ആ ഒരു ബോധം നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള പരിപാടികളൊക്കെ JC ആസൂത്രണം ചെയ്യുന്നത്. തുടർന്ന് ആറ്റിങ്ങൽ JC അവതരിപ്പിച്ച നന്മയ്ക്ക് വേണ്ടി ലഹരി എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. HP News 24/7.